ഒരു പ്രമുഖ കമ്പനിയുടെ ഒരു ഇൻഷുറൻസിന്റെ ഒരു റിട്ടയർമെന്റ് പ്ലാൻ. അതിനകത്ത് പറയുന്നത് ഒരു 1 lakh rupees വെച്ച് 10 വർഷം നമ്മൾ പ്രീമിയം പേ ചെയ്യണം. അത് കഴിയുമ്പോൾ 11ാമത്തെ വർഷം തൊട്ട് 95,850 റഫ്ലി ഒരു 96,000 വെച്ച് അടുത്ത 25 വർഷത്തേക്ക് നമുക്ക് തരുന്നു. അപ്പോൾ ജോസ്മിൻ നേരത്തെ കറക്റ്റായിട്ട് പറഞ്ഞ പോലെ ഇവർ ആരും ഇതിന്റെ റിട്ടേൺസ് അല്ല പറയുന്നത്, അബ്സല്യൂട്ട് ഫിഗേഴ്സ് ആണ് പറയുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് ഒരുപാട് ഇൻഷുറൻസ് ഏജൻസ് വന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇവർ കുറേ പ്രോഡക്ട്സിനെ കുറിച്ച് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യും. ഫസ്റ്റ് തിങ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് തന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റിനെ കുറിച്ച് അവർക്ക് വേണ്ടത്ര ഐഡിയ ഇല്ല. അവർ നമ്മുടെ അടുത്ത് വന്ന് അവർ ഓൾറെഡി പഠിച്ച് വെച്ച ആ സെയിം സ്ക്രിപ്റ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ സാറ് ഇപ്പം ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രാമത്തെ വർഷം ഇത് കിട്ടുന്നു, കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കും. അതെ, ആ ഒരു സ്ക്രിപ്റ്റ് അതേപടി റീപ്രൊഡ്യൂസ് ചെയ്യുവാണ്. അന്നേരം നമുക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്കിത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഡസൻ ആഡ് അപ്പ്. ഇപ്പം ഓക്കെ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കോമ്പൗണ്ടിങ് ഫാക്ടർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കിട്ടിയാൽ പോരാ. അന്നേരം ഞാൻ സിമ്പിളായിട്ട് എൻ്റെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്തിട്ടുള്ള പല ആളുകളോട് ഞാൻ ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതാണ്, ഓക്കെ ഇതിനകത്ത് ആക്ച്വലി എത്ര % ആണ് റിട്ടേൺസ്, അതവർക്ക് അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടം. അന്നേരം ഈ പല ആളുകളും ഇവരുടെ ഈ റിട്ടയർമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവർ അതേ സമയത്ത് വേറെ ഏതെങ്കിലും ഒരു അസറ്റ് പോർട്ട്ഫോളിയോയിലോട്ട് അലോക്കേറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇതിൻ്റെ എത്രയും മടങ്ങ് റിട്ടേൺസ് അവർക്ക് കിട്ടിയാണ്. ഇനി അഗെയിൻ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളുടെ ഫൈൻ പ്രിൻ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പലപ്പോഴും വായിച്ച് നോക്കാറില്ല. പല ഫാമിലീസിൻ്റെ കഥകൾ കേൾക്കാറുണ്ട്. കാരണം അവർ ഇവരുടെ റിട്ടയർമെൻറ്റ് ഫണ്ട് മുഴുവൻ ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷേ വേണ്ട സമയത്ത് അവർക്ക് ആ ഫണ്ട് ഉദ്ദേശിച്ച രീതിയിൽ ആയിരുന്നില്ല അവർക്ക് തിരിച്ച് കിട്ടിയിരുന്നത്. അതും ശരിക്കും പറഞ്ഞാൽ അതൊരു ആൾക്കാർ ഭയങ്കരമായിട്ടും റിയലൈസ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണെന്ന് തോന്നുന്നു ഈ ഒരു ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ച്. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്ന ഒരു കാര്യം, ഈ ഒന്നാമത് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു ക്വാളിഫിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അറിയാലോ നമ്മുടെ നാട്ടിൽ, ഞാൻ ഒരു പ്രൊഫഷനെ കുറ്റം പറയുന്നതല്ല, നോർമലി നമ്മുടെ നാട്ടിലൊരു ഇൻഷുറൻസ് ഏജൻസി എടുക്കുന്ന ആൾക്കാർ ഒരു +2 കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞു ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റോ അല്ലെങ്കിൽ ഒരു അവരുദ്ദേശിച്ച ലെവലിൽ ഒരു നല്ലൊരു ജോലിയിലേക്ക് പോകാൻ പറ്റാതെ വരുമ്പോഴാണ് നോർമലി, അല്ലെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാകാം, പക്ഷെ നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് അങ്ങനെയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരു +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, അപ്പോൾ ഇനി എന്ത് ചെയ്യാം, വേറെ ഒരു നല്ല ജോലികൾക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറയുമ്പോഴാണ് ഈ പറയുന്ന ഇൻഷുറൻസ് നമുക്കൊരു ഏജൻസി എടുക്കാം, നമുക്ക് ഫാമിലിയുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒരു സർക്കിളിൽ നിന്ന് ചെറിയൊരു ബിസിനസ് ചെയ്ത് തുടങ്ങാം, അതിൽ നിന്ന് നമുക്കൊരു റവന്യൂ മാർഗം, ഒരു കമ്മീഷനായിട്ട് റവന്യൂ മാർഗം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ആവശ്യമില്ല, പ്രത്യേകിച്ച് അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റും ചെയ്യാതെ നമുക്കൊരു റീസണബിൾ ഇൻകം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവന്യൂ തന്നെയാണത്. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. കാരണം ഇൻഷുറൻസ് അവയർനെസ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഇതിന്റെ നെക്സ്റ്റ് ഒരു മോശപ്പെട്ട ഭാഗമാണ് നമ്മൾ കണ്ടത്, ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് എപ്പോഴും മിക്സ് ചെയ്യുന്നത്. ഇൻഷുറൻസ് ആണ് നമുക്ക്, ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു വ്യക്തി ജോലി കിട്ടിയ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ചെയ്തെടുക്കേണ്ടത് ലൈഫ് ഇൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മിക്സ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണരുത്, റിസ്ക് കവറേജ് ആണെന്നുള്ളത് തന്നെ മനസ്സിലാക്കി. ഇത് ഈ സെയിം സാധനം നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നുണ്ട്. നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്നു, അപ്പോൾ അത് വളരെ നിർബന്ധമാണ്, ലീഗലി കമ്പൽഡ് ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവിടെയാണ് ഡിഫറൻസ്. അത് എന്തിന് ചെയ്യുന്നു ഏതിന് ചെയ്യുന്നു എന്നുള്ള ഒരു ലോജിക്ക് അല്ലെങ്കിൽ ലിറ്ററസി നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. അവിടെയാണ് ഇപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങും, വണ്ടി ഇൻഷുർ ചെയ്യണം. ഇതിൽ എന്ത് വിലയ്ക്കാണ് നമ്മൾ വണ്ടി ഇൻഷുർ ചെയ്യുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വണ്ടിയാണെങ്കിൽ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് ഓരോ വർഷവും അതിൻ്റെ ആ ഒരു വാല്യൂവിന് അത് ഇൻഷുർ ചെയ്ത് പോകുന്നു. പക്ഷേ ലൈഫ് ഇൻഷുറൻസിലേക്ക് വരുമ്പോൾ ഇത് ഏത് വാല്യൂവിന് ഇൻഷുർ ചെയ്യണമെന്ന് പോലും നമുക്കറിയില്ല. നമ്മളുടെ അടുത്തൊരു ഏജന്റ് വരുന്നു, ഒരു പ്രീമിയം പറയുന്നു, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം നമ്മൾ ചെയ്യുന്നു. ഞാൻ സംസാരിക്കാറുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അവരുടെ ലൈഫ് ഇൻഷുറൻസിന്റെ വാല്യൂ, സം അഷ്യൂർഡ് വാല്യൂ എത്രയാണെന്ന് ഈവൻ ഒരു 10% ആൾക്കാർക്കാണ് അറ്റ് ദ മാക്സിമം ഇത് കിട്ടുന്നത്. 90% ആൾക്കാരോടും നിങ്ങളുടെ ഇൻഷുറൻസ് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മറുപടി അവർ അടയ്ക്കുന്ന പ്രീമിയം. ഞാൻ ക്വാർട്ടർലി 25,000 രൂപ അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ആനുവൽ, ചിലർ ആനുവലി അടയ്ക്കുന്നതെങ്കിൽ ആനുവൽ എമൗണ്ട് പറയും, മന്ത്ലി അടയ്ക്കുന്നവർ മന്ത്ലി എമൗണ്ട് പറയും. ഇതല്ലാതെ ഇവരുടെ എത്ര വാല്യൂവിനാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പോലും അറിയില്ല. ഇതിന്റെ ഒരു നെഗറ്റീവ് എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ നമുക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് എന്തിനാണ്, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് ഒരു സപ്പോർട്ട് കിട്ടണം. ഇത് ഇൻഷുറൻസിന് സയന്റിഫിക് ആയിട്ട് കാണേണ്ടത് ഇൻകം റീപ്ലേസ്മെന്റ് ആണ്. ഒരു ഫാമിലിയിൽ ആരാണോ ഇൻകം ഏൺ ചെയ്യുന്നത് അവരുടെ ലൈഫാണ് ഇൻഷുറൻസ് ചെയ്യേണ്ടത്, ഒന്നാമത്. രണ്ടാമത് ആ ഇൻകത്തിന്, കാരണം നമുക്ക് വന്നൊരു പേഴ്സണലി വന്ന ലോസ് അതൊരിക്കലും റീപ്ലേസബിൾ അല്ല.
ആ ഒരു സമയത്ത് ഫൈനാൻസും കൂടി അല്ലെങ്കിൽ നമ്മുടെ ഇൻകം കൂടെ റീപ്ലേസബിൾ അല്ലാതെ വരുമ്പോൾ അവിടെയാണ് ഫാമിലിക്ക് ഇരുട്ടടി കിട്ടുന്നത്. അല്ലെ, പലപ്പോഴും നമ്മൾ നേരത്തെയൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കണ്ടിട്ട് അന്ന് ഇൻഷുറൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഇത്രയും വലുതല്ലാത്തതുകൊണ്ട് ഇൻകം ഏണിംഗ് അല്ല, പ്രത്യേകിച്ച് ആ വീട്ടിലെ ഗ്രഹനാഥന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നീട് ആ ഫാമിലി സ്ട്രഗിൾ ചെയ്യണം. ഇപ്പം എൻ്റെ ഫാദർ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. അപ്പോൾ ആ ഒരു അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ ഇൻകത്തെ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിരിക്കണം ഐഡിയലി ഇൻഷുറൻസ് എന്നുള്ളത്. അപ്പോൾ ഐഡിയൽ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ നമ്മുടെ ആനുവൽ ഇൻകം അതിൻ്റെ ഒരു 15 times ആണ് ഐഡിയലി നമുക്ക് വേണ്ട ഇൻഷുറൻസ്. പക്ഷേ ഒരു 5 ലക്ഷം ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം ഇൻറ്റു 15 75 lakhs ആയിരിക്കണം ആളുടെ ലൈഫ് ഇൻഷുറൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ 75 lakhs ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഫാമിലിക്ക് കിട്ടുന്നു. കിട്ടിക്കഴിഞ്ഞാൽ ഈ എമൗണ്ട് വെറുതെ 7% ഇൻട്രസ്റ്റ് റേറ്റിൽ ബാങ്കിൽ ഇട്ടാൽ പോലും ഇപ്പോൾ 7% ഓഫ് 75 lakhs ഈസ് ഹാർഡ്ലി 5 lakh rupees. ഈ 5 lakh ഇത് തന്നെയായിരുന്നു ആ ഫാമിലിയുടെ നേരത്തെ ഇൻകം. ആ ഇൻകം വെക്കാനും പിള്ളേരുടെ പഠിപ്പ് കണ്ടിന്യൂ അഫക്റ്റ് ആവുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ആ വീട്ടിലെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് നേരത്തെ 5 lakhലായിരുന്നു ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത്, അതേ ജീവിത നിലവാരത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. ഇനി ഇൻഷുറൻസ് 15 lakhs അല്ലെങ്കിൽ 20 times ആണ് ഇൻഷുറൻസ് കമ്പനികൾ തന്നെ വെച്ചിരിക്കുന്ന ഒരു ലിമിറ്റ്. നമ്മൾ 20 timesന് മുകളിൽ അപ്ലൈ ചെയ്തത് കിട്ടൂല. നമ്മുടെ ഇൻകം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരു സയന്റിഫിക് ഫോർമുല ഉണ്ട്. ഒരു മിനിമം നമുക്ക് വേണ്ടത് ഒരു 10 times, മാക്സിമം നമുക്ക് കിട്ടുന്നത് 20 ആണ്. അതിന് മുകളിൽ നമുക്ക് കിട്ടൂല. അപ്പോൾ മാക്സിമം ലിമിറ്റ് എന്നുള്ളത് 20 times. ഐഡിയൽ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 15 times ആണ്. അപ്പോൾ നമുക്ക് 10 to 20 ബ്രാക്കറ്റ് ആണ് വരുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ഒരു സിറ്റുവേഷൻസിനും പ്രീമിയം കപ്പാസിറ്റിക്കും എല്ലാം പ്രീമിയം അഫോർഡബിൾ ആവുന്ന നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇതാണ് ഒരു ജനറൽ ഗൈഡ് ലൈൻ. ഇനി അഡീഷൻ ടു ദാറ്റ് നമുക്ക് വേറെ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതുകൂടെ തന്നെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ഒരു 50 lakhs ഹൗസിംഗ് ലോൺ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 75 lakhs ലൈഫ് പ്രീമിയം നമ്മുടെ എന്തെങ്കിലും സംഭവിച്ച് ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ 50 ലക്ഷം ചിലപ്പോൾ ലയബിലിറ്റി അടക്കേണ്ടി വരും. പിന്നെ ഫാമിലിക്ക് തിരിച്ചു കിട്ടുന്നത് 25 lakhs ഉണ്ടാവും. അപ്പം കുറച്ചും കൂടെ ഡീറ്റെയിൽ പ്ലാനിങ്ങിന് ആവശ്യമാണ്. ഒരു ജനറൽ ഗൈഡ് ലൈൻ ആയിട്ട് പറഞ്ഞതാണ്. ഇനി രണ്ടാമത് ഇത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മിക്സ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മിക്സ് ചെയ്യുന്നത് എന്താ ഉണ്ടാകുന്നത് നമുക്ക് ഒരു ഉദാഹരണ സഹിതം നോക്കാം. ഒരു നമ്മൾ കമ്പനിയുടെ പേര് പറയുന്നില്ല, ഒരു പ്രമുഖ കമ്പനിയുടെ ഒരു ഇൻഷുറൻസിന്റെ ഒരു റിട്ടയർമെന്റ് പ്ലാൻ. അതിനകത്ത് പറയുന്നത് ഒരു 1 lakh rupees വെച്ച് 10 വർഷം നമ്മൾ പ്രീമിയം പേ ചെയ്യണം. അത് കഴിയുമ്പോൾ 11ാമത്തെ വർഷം തൊട്ട് 95,850 റഫ്ലി ഒരു 96,000 വെച്ച് അടുത്ത 25 വർഷത്തേക്ക് നമുക്ക് തരുന്നു. ഇപ്പോൾ ജോസ്മിൻ നേരത്തെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ പോലെ ഇവർ ആരും ഇതിന്റെ റിട്ടേൺസ് അല്ല പറയുന്നത്, അബ്സല്യൂട്ട് ഫിഗർ ആണ് പറയുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ 96,000 വെച്ച് നമുക്ക് അടുത്ത് 25 വർഷം കിട്ടണം. അപ്പോൾ പെട്ടെന്ന് ഒരാൾ തിങ്ക് ചെയ്യുന്നത് ഞാൻ 1 ലക്ഷം വെച്ച് 10 വർഷം അടയ്ക്കുന്നു, 10 വർഷം അടയ്ക്കുന്നുള്ളല്ലോ, എനിക്ക് 11ാമത്തെ വർഷം തൊട്ട് പിന്നെ 25 വർഷത്തേക്കാണ് ഈ 95 തരുന്നത്. അത് വലിയ ഫിഗർ ആയിരിക്കുമല്ലോ. ഇനി അതും കഴിഞ്ഞില്ല, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം 26ാമത്തെ വർഷം പോളിസി മെച്യൂർ ആവുകയും അപ്പം നമുക്ക് വീണ്ടും 11 ലക്ഷം തരും. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം, നമ്മുടെ സൈക്കോളജി പോകുന്നത് ഞാൻ 1 ലക്ഷം വെച്ച് 10 വർഷം അടച്ചു, ഞാൻ അടച്ച മകം 10 ലക്ഷം രൂപ. എനിക്ക് 96,000 വെച്ച് 25 വർഷം തരുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അടച്ച തുക മുഴുവൻ എനിക്ക് വീണ്ടും തിരിച്ചു തരും. കാരണം 25 വർഷം കഴിയുമ്പോൾ വീണ്ടും 11 ലക്ഷം രൂപ വരും. നമ്മൾ മൊത്തം 10 ലക്ഷം അടച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു തോട്ട് പ്രോസസ്സാണ്. ഇതിന് നമ്മൾ പെർസെൻറ്റേജ് ആക്കാനോ, കാരണം ഇതിനൊരു മണി വാല്യൂ ഉണ്ട്. ഇന്ന് നമ്മൾ അടയ്ക്കുന്ന 1 ലക്ഷവും 10 വർഷത്തിന് ശേഷം 11ാമത്തെ വർഷം നമുക്ക് കിട്ടുന്ന 95,000 രൂപയും തമ്മിൽ ടൈം വാല്യൂ ഓഫ് മണി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. ഇനി ഇതിന്റെ ഒരു എത്രമാത്രം വലിയ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കാൻ ഈ സെയിം തുക ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ചെയ്തിരുന്നെങ്കിൽ ഒന്നൊരു വ്യത്യാസം നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. 1 ലക്ഷം രൂപ വെച്ച് അടയ്ക്കുന്നു, 11ാമത്തെ വർഷം തൊട്ട് നമുക്ക് 96,000 രൂപ വെച്ച് 25 വർഷം കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് മെച്യൂരിറ്റിയിൽ 11 ലക്ഷം രൂപ ഒന്നിച്ചും കിട്ടുന്നു. ഇതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. ഇനി ഇതിന് പകരം ഈ പൈസ നമ്മളൊരു 1 lakh rupees വെച്ച് ഒരു ആനുവലി, അതായത് ഒരു 8,300 8,400 വെച്ച് ഒരു SIP ഇടുന്നു എന്ന് വിചാരിക്കും മന്ത്ലി. അപ്പോൾ ആനുവലി അത് 1 lakh rupees വരും. ഇതൊരു 10 വർഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷം മ്യൂച്വൽ ഫണ്ടിൽ SIP പോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഒരു പ്ലാനാണ് SWP. നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഈ സെയിം ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന പോലെ 96,000 രൂപ, അതായത് 8,000 രൂപ വെച്ച് ഇൻഷുറൻസിൽ നിന്ന് 96,000 രൂപ കിട്ടുന്നതിന് പകരം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് 8,000 rupees മന്ത്ലി, അല്ലാന്നുണ്ടെങ്കിൽ 96,000 രൂപ പെർ ഇയർ വിഡ്രോ ചെയ്യുന്നു. നെക്സ്റ്റ് 25 years. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 36ാമത്തെ വർഷത്തിന് ശേഷം ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ ഇൻഡെക്സ് ഫണ്ടിൽ ഇട്ടാൽ പോലും ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 12% ആണ്.
12% റിട്ടേൺ വെച്ച് അസ്യൂം ചെയ്താൽ ആഫ്റ്റർ ഈ ആദ്യത്തെ 10 വർഷം കഴിഞ്ഞു, പിന്നത്തെ 25 വർഷം കഴിഞ്ഞു, ആഫ്റ്റർ 35 ഇയേഴ്സ് നമുക്ക് കിട്ടുന്ന ബാലൻസ് 3,08,00,000 രൂപയാണ്. ആ സ്ഥാനത്താണ് നമുക്ക് 35 ലക്ഷം രൂപ എങ്ങാണ്ടോ 11 ലക്ഷം രൂപ കിട്ടിയത്. 11 ലക്ഷം രൂപ. ആദ്യം നമ്മൾ മൊത്തം 35ന്റെ കണക്ക് പറഞ്ഞത് 96,000 രൂപ 25 വർഷം കിട്ടുന്നു, അതിന്റെ വാല്യൂ 24 ലക്ഷം രൂപ. അത് കഴിഞ്ഞ് മെച്യൂരിറ്റിയിൽ 11 കിട്ടുന്നു, രണ്ടും കൂടി ചേർത്താണ് 35. ആ സ്ഥാനത്താണ് ഇവിടെ ഈ സെയിം 25 നമ്മൾ വിഡ്രോ ചെയ്തു, അതിനുശേഷം 3 കോടിയും കൂടെ, അതിനുശേഷം 3 കോടി. ഇത് ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള 12%. ഇനി ഇതിനെ കുറച്ചും കൂടെ കൂടുതൽ ഒരു 15% പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 7 കോടി ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് റിയൽ ആയിട്ട് കിട്ടുന്ന ഒരു ഐഡിയൽ സിനാരിയോ എന്ന് പറയുന്നത് എയ്തർ 3 or 7, ഇതിന് ഇടയിലൊരു എമൗണ്ട് ആയിരിക്കും. ലോവർ ലിമിറ്റ് ആണ് 3 crores എന്നുള്ളത്, അപ്പർ ലിമിറ്റ് ആണ് 7 crores എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഒരു മേ ബി ചിലപ്പോൾ 4 ആയിരിക്കാം, ചിലപ്പോൾ 5 ആയിരിക്കാം, ചിലപ്പോൾ 6 ആയിരിക്കാം. ഇതിനെയാണ് നമ്മൾ മാർക്കറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു റിസ്ക് ആണോ? ഇതാണ് മ്യൂച്വൽ ഫണ്ടിൽ പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. ഇൻഷുറൻസ് കമ്പനി പറയുന്നു there will be 11 lakhs on maturity. ഗ്യാരണ്ടീഡ് ആണ്. മ്യൂച്വൽ ഫണ്ട് എന്നോട് ചോദിച്ചാൽ എനിക്കിത് പറയാൻ പറ്റില്ല, കാരണം സെബി പറയുന്നത് we cannot commit. കാരണം നമുക്ക് അറിയില്ല ഇത് 3 ആയിരിക്കാം, 4 ആയിരിക്കാം, 5 ആയിരിക്കാം, 6 ആയിരിക്കാം, 7 ആയിരിക്കാം. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇത് വിൽ ബി 50 to 60 times ഹയർ ദാൻ യുവർ ഇൻഷുറൻസ് എമൗണ്ട്, ഏറ്റവും കുറഞ്ഞത്. അപ്പൊ അതാണ് അവിടെ 50 ആണോ 60 ആണോ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അതിനെയാണ് സെബി തന്നെ അല്ലെങ്കിൽ ആ ഗൈഡ് ലൈൻ പ്രകാരം എല്ലാ അഡ്വർടൈസ്മെന്റിലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് അല്ലാത്തത്. എമൗണ്ട് എത്രയാണെന്ന് പ്രെഡിക്റ്റബിൾ ചെയ്യാൻ ആർക്കും സാധിക്കില്ല. മറ്റവിടത്ത് സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയ റേറ്റിൽ ഇൻഷുറൻസ് കമ്പനി ഗ്യാരണ്ടി ചെയ്യണം, അതിനുശേഷം കിട്ടുന്നതിനെക്കാട്ടിലും റേറ്റ് ഓഫ് റിട്ടേൺസ് ആണ് കൊടുക്കുന്നത്. അതാണ് ഗ്യാരണ്ടീഡ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഈ പൈസ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും ഈ പറഞ്ഞ സ്റ്റോക്സിലും ബോണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൽ നിന്ന് എക്സ്ട്രാ ജനറേറ്റ് ചെയ്യുന്ന ഇൻകമാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വേറെ ഇൻഷുറൻസ് കമ്പനി എടുക്കുന്ന ആ പ്രോഫിറ്റ് കൂടെ നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പുറത്ത് നമുക്കുള്ളത്. അതിനെയാണ് നമ്മൾ ഗ്യാരണ്ടീഡ് അല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ അഗെയിൻസ്റ്റ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് ബേസിക്കലി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും മിക്സ് ചെയ്തെന്നുള്ളതാണ് ശരിക്കും നമുക്കുള്ള ഒരു കൺക്ലൂഷൻ അല്ലേ. അതായത് ഇൻവെസ്റ്റ്മെന്റും റിസ്ക് കവറേജും കൂടെ മിക്സ് ചെയ്യരുത്, രണ്ടും രണ്ടായിട്ട് തന്നെ ചെയ്യാം. മനസ്സിലാവും. ഇനി മാത്രമല്ല അതിനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം, ഇത് ഇത്തരം ഒരു സ്കീമിലൂടെ നമ്മൾ ഇൻഷുറൻസ് കവറേജ് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കവറേജിന്റെ 10-1 കിട്ടുകയുള്ളൂ. അതാണ് ദാറ്റ്സ് മോർ ഡേഞ്ചറസ് ഫോർ മീ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന ഒരു ഫാമിലിക്ക് 75 lakhsന്റെ കവറേജ് വേണം. പക്ഷെ ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കവറേജ് എന്നുള്ളത് നമ്മുടെ ആനുവൽ പ്രീമിയത്തിന്റെ 10 times ആയിരിക്കും. അപ്പോൾ 75 lakhs കവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 7.5 lakhs പ്രീമിയം വർഷത്തിൽ അടയ്ക്കണം. അതായത് നമ്മുടെ ആകെ ഇൻകം 5 ലക്ഷം രൂപയേ ഉള്ളൂ. ആ സമയത്ത് 7.5 lakhs അടച്ചാലേ നമുക്ക് 75 lakhsന്റെ കവറേജ് കിട്ടും. റിട്ടേൺസും ഇല്ല, വേണ്ടത്ര റിസ്ക് കവറേജും ഇല്ല. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. നമുക്ക് കവറേജ് കിട്ടുന്നുണ്ടോ ഇല്ല, റിട്ടേൺസ് കിട്ടുന്നുണ്ടോ ഇല്ല. അതുകൊണ്ടാണ് ഇത് മിക്സ് ചെയ്തെന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മളൊരു ടേം പ്ലാനിലൂടെ നമ്മൾ 75 lakh ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും മിക്സ് ചെയ്യാത്ത ഒരു ടേം പ്ലാൻ, പ്യുവർ ടേം പ്ലാൻ എടുക്കുക. ഇത് ഈ 75 lakhs നമ്മുടെ ലൈഫ് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു 1% പ്രീമിയം അടച്ചാൽ മതി. ഇപ്പൊ നമ്മൾ 75 lakhs പെർ ആനം എന്ന് പറയുന്നത് തന്നെ 1%, ഒരു 7,500 രൂപയുടെ ഒക്കെ പ്രീമിയാണ്. ഡിപ്പെൻസ് ഓൺ ആളുടെ ഏജ് അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. പക്ഷെ റഫ്ലി അത്ര കുറവ് പ്രീമിയത്തിന് ഇത് എടുക്കാൻ പറ്റും. അവിടെയാണ് ഈ പറഞ്ഞ അവയർനെസിന്റെ ക്രിയേഷനും ഇത് മിക്സ് ചെയ്യുന്നതിന്റെ ഒരു നെഗറ്റീവ്. Okay.